നമസ്കാരം. ഷിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി കരയിലും പുഴയിലും നടത്തിയ തെരച്ചിൽ വിഫലമായെങ്കിലും ഗംഗാവാലി പുഴയിൽ 40 മീറ്റർ മാറി സംശയകരമായി സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്നും തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങില്ല എന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു. അതിനാൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. തെരച്ചിലിനായി പുതിയ റഡാറുകൾ ഇന്നെത്തിക്കും. അർജുന്റെ ലോറി പുഴയിലേക്ക് പതിച്ചിരിക്കാമെന്നാണ് നിഗമനം. നാവികസേന ഇക്കാര്യം ഇന്ന് പരിശോധിക്കും. ലോറി ചെളിമണ്ണിൽ പൂണ്ടുപുതഞ്ഞു പോയിരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം പറഞ്ഞു. എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത്. വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ 120 UVയും ഡീപ് സെർച്ച് മൈൻ ഡിറ്റക്ടറും ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് ഇന്ന് തിരച്ചിൽ നടത്തുക. അർജുനും ലോറിയും കരയിലെ മൺകൂനിക്ക് അടിയിലില്ലെന്ന് ഇന്നലത്തെ തിരച്ചിലിൽ സൈന്യം അവസാനം സ്ഥിരീകരിച്ചിരുന്നു. റോഡിൽ മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത്. ഇന്നലെ 98% മണ്ണ് നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. അതിനിടെ അർജുനെ കണ്ടെത്താൻ കർണാടക സർക്കാർ കാണിക്കുന്ന മെല്ലെപ്പോക്ക് നയത്തിനെതിരെ കണ്ണൂർ ജില്ലയിലെ ലോറി ഉടമകളും തൊഴിലാളികളും സംയുക്തമായി കൂട്ടപ്പുഴയിൽ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പ്രവേശിച്ച എല്ലാ വാഹനങ്ങളെയും കൂട്ടുപുഴ അതിർത്തിയിൽ തടഞ്ഞാണ് ഇവർ പ്രതിഷേധിച്ചത്. കാണാതായ അർജുന്റെ കുടുംബത്തെ ദേശീയപാത അതോറിറ്റിയും കർണാടക സർക്കാരും ചേർന്ന് സംരക്ഷിക്കണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. രക്ഷാപ്രവർത്തനം ഒച്ചിഴയുന്ന വേഗത്തിലാണ് നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചായിരിക്കും അർജുന് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിൽ. ഇതിനായി ആധുനിക സംവിധാനങ്ങളടക്കം എത്തിക്കും. NDRFിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും ഇന്ന് സ്ഥലത്തെത്തും. മണ്ണിടിച്ചിലിൽ കാണാതായ മകൻ അർജുനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്ന് അമ്മ ഷീല പറഞ്ഞിരുന്നു. അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായത്. ഇനി യാതൊരു പ്രതീക്ഷയുമില്ല. സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതെയായി. കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയില്ല എന്നും ഷീല പറഞ്ഞു. ടണൽ ദുരന്തത്തിൽ ആളുകൾ പെട്ടപ്പോൾ നടത്തിയതുപോലെയുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചു. അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അഭിമാനത്തോടെയാണ് പട്ടാളത്തെ കണ്ടിരുന്നത്. ആ പ്രതീക്ഷ തെറ്റുകയാണ്. പട്ടാളത്തെ കൊണ്ടുവന്നത് പ്രഹസനമാണ്. ഒരു ഉപകരണങ്ങളും ഇല്ലാതെയാണ് അവർ വന്നത്. വാഹനം അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെയൊക്കെയോ അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർ ഞങ്ങളെ ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയിക്കാമെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം അയച്ചു തന്നു. പിന്നീട് അത് അവർ തന്നെ ഡിലീറ്റ് ചെയ്തു. തുടർന്ന് യാതൊരു ബന്ധവും ഉണ്ടായില്ല എന്ന് അമ്മ പറഞ്ഞിരുന്നു. വാഹനത്തിൻ്റെ മുതലാളിമാരും ഡ്രൈവർമാരും അവിടെ തന്നെയുണ്ട്. അവരെ ഒന്നും തിരച്ചിൽ നടക്കുന്നിടത്തേക്ക് കടത്തിവിടുന്നില്ല. നമ്മൾ മലയാളികളായതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധ കിട്ടിയത്. എന്നാൽ അതൊന്നുമല്ലാത്ത വേറെ 3 പേരെ കൂടി അവിടെ കാണാതായിട്ടുണ്ട്. അവരുടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരെ പോലീസ് ആട്ടി ഓടിക്കുകയാണ് ഉണ്ടായത്. സഹനത്തിൻ്റെ അങ്ങേറ്റത്തെത്തി. ഇനി ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നും അവർ പറഞ്ഞിരുന്നു. അതേസമയം ഈ പ്രദേശത്ത് ആദ്യമായിട്ടല്ല മണ്ണിടിച്ചിലുണ്ടാകുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് കാർവാറിൽ സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം 2009 ഒക്ടോബറിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 19 പേർ മരിക്കുകയും 5 വീട് തകരുകയും ചെയ്തു. മഴക്കാലമായാൽ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് പതിവാണ്. 2024 ജൂലൈ 26-നുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേരായിരുന്നു മരണപ്പെട്ടത്. ദേശീയപാത 66-ലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്ന് സംഭവത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ മൺസൂൺ കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് 10 പേർ ഇതിനോടകം മരണപ്പെട്ടതായി ദ ഹിന്ദു റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നു. 2022-ൽ റവന്യൂ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കർണാടക ദുരന്ത നിവാരണ അതോറിറ്റി മണ്ണിടിച്ചിൽ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി 85 പേജ് അടങ്ങിയ ഈ രേഖയിൽ കർണാടകയിൽ ഉരുൾപൊട്ടൽ അപകട സാധ്യത നിരീക്ഷണം, പ്രവചനം, മുന്നറിയിപ്പ്, ഉരുൾപൊട്ടൽ പ്രവർത്തന പദ്ധതിയുടെ ആവശ്യകത, പ്രതിരോധം, തയ്യാറെടുപ്പ് നടപടികൾ, മറ്റ് പ്രശ്നങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പദ്ധതി നടപ്പിലാക്കാനായി എത്രത്തോളം ധനസമാഹരണം വേണ്ടിവരും എന്നതിനാവശ്യമായ മറ്റു തയ്യാറെടുപ്പുകളെക്കുറിച്ചും അതിൽ പ്രതിപാദിച്ചിരുന്നു.